എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില സ്ത്രീകൾക്ക് അലങ്കാരമൊന്നുമില്ലാതെയും ഒരു പ്രത്യേക മുഖകാന്തി ഉണ്ടാകുന്നത്? മുഖഭംഗി അത്ര ശ്രദ്ധേയമല്ലെങ്കിലും അവരുടെ കണ്ണുകളിൽ, അവരുടെ ചിരിയിൽ, നടപ്പിൽ ഒരു ആകർഷണം തെളിഞ്ഞു നിൽക്കും. അതെന്തുകൊണ്ടാണ്? അത് സൗന്ദര്യവർദ്ധക വസ്തുക്കളല്ല, അത് ഗ്രഹങ്ങളുടെ അനുഗ്രഹമാണ്. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ സ്ത്രീ സൗന്ദര്യം, മുഖകാന്തി, ശരീരലാളിത്യം, സ്വാഭാവിക ആകർഷണം, ആത്മപ്രകാശം ഇവയെല്ലാം ജ്യോതിഷം എങ്ങനെ വിശദീകരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ സൗന്ദര്യം എന്നത് എന്താണ്? പൊതുവെ നമ്മൾ കരുതുന്നത് സൗന്ദര്യം എന്നത് മുഖഭംഗിയാണെന്നാണ്. പക്ഷേ ജ്യോതിഷം അങ്ങനെ പറയുന്നില്ല. ജ്യോതിഷത്തിൽ സൗന്ദര്യം എന്നത് മുഖത്തിലെ പ്രകാശം, കണ്ണുകളുടെ സൗമ്യത, ശബ്ദത്തിൻ്റെ മാധുര്യം, നടപ്പിലെ ലാളിത്യം, മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആകർഷണം ഇവയെല്ലാം ചേർന്നതാണ് ജ്യോതിഷത്തിലെ സൗന്ദര്യം. അതിനാലാണ് ചിലർ സാധാരണ രൂപമുള്ളവരായിട്ടും വളരെ ആകർഷകരായി തോന്നുന്നത്. ശുക്രൻ, സ്ത്രീ സൗന്ദര്യത്തിൻ്റെ അധിപൻ. സൗന്ദര്യം പറയുമ്പോൾ ആദ്യമായി നാം ഓർക്കേണ്ട ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ സൂചിപ്പിക്കുന്നത് മുഖസൗന്ദര്യം, ശരീരത്തിൻ്റെ ലാളിത്യം, സ്ത്രീ സൗന്ദര്യം, ആകർഷണശക്തി, സൗന്ദര്യബോധം ഇവയൊക്കെയാണ്. ശുക്രൻ ശക്തനായ സ്ത്രീ എപ്പോഴും സ്വാഭാവികമായ മുഖകാന്തി ഉള്ളവളായിരിക്കും. അലങ്കാരമില്ലാതെയും മനോഹരിയായി തോന്നുന്നവളായിരിക്കും. ചിരിയിലൂടെയും സംസാരത്തിലൂടെയും ആകർഷിക്കുന്നവളായിരിക്കും. ശുക്രൻ ദുർബലമായാൽ സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചുള്ള അസന്തോഷം അവളിൽ പ്രതിഫലിക്കും. ആത്മവിശ്വാസക്കുറവുണ്ടാകും. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യലുണ്ടാകും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചകൾ സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യമുള്ളത്. ചന്ദ്രൻ, മുഖകാന്തിയുടെയും നർമ്മത്തിൻ്റെയും ഗ്രഹമാണ് ചന്ദ്രൻ. സ്ത്രീ സൗന്ദര്യത്തിലെ ഏറ്റവും സുന്ദരമായ ഘടകം ചന്ദ്രനാണ്. ചന്ദ്രൻ നൽകുന്നത് മുഖത്തിൻ്റെ പ്രസന്നത, കണ്ണുകളുടെ സൗമ്യത, മനസ്സിൻ്റെ ശാന്തത, സ്വാഭാവിക മുഖകാന്തി. ചന്ദ്രൻ നല്ല നിലയിൽ ഉള്ള സ്ത്രീകൾക്ക് മുഖം എപ്പോഴും പുതുമയോടെ തോന്നും. കണ്ണുകളിൽ ഒരു ശാന്തത കാണാം. സമീപത്തിരിക്കുന്നവർക്ക് ആശ്വാസം നൽകും. ചന്ദ്രൻ ദുർബലമായാൽ മാനസിക സമ്മർദ്ദം മുഖത്ത് പ്രതിഫലിക്കും. ഉറക്കക്കുറവ് മുഖത്ത് അറിയും. കണ്ണുകൾ ക്ഷീണിതമായി തോന്നും. സ്ത്രീകൾക്ക് മനഃശാന്തിയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ഇതാണ് ചന്ദ്രൻ്റെ രഹസ്യം. സൂര്യൻ, ആത്മവിശ്വാസത്തിൻ്റെ സൗന്ദര്യം. ചില സ്ത്രീകളുണ്ട്, അവർ തന്നെ പറയും എനിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല എന്ന്. പക്ഷേ എല്ലാവരും അവരെ ബഹുമാനിക്കും, ആകർഷണത്തോടെ നോക്കും. കാരണം സൂര്യൻ ശക്തനാണ്. സൂര്യൻ നൽകുന്നത് ആത്മവിശ്വാസം, ശരീരത്തിൻ്റെ നേരിയ നില, ഗൗരവമുള്ള മുഖഭാവം, വ്യക്തിത്വ പ്രഭാവം. ഇതൊക്കെ തന്നെയാണ് രാജസീക സൗന്ദര്യമെന്ന് പറയുന്നത്. സൂര്യനാണ് രാജസീക സൗന്ദര്യത്തിൻ്റെ ദാതാവ്. ലഗ്നം, ജന്മസൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് ലഗ്നം. ലഗ്നം സൂചിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ആകെ രൂപം. ലഗ്നാധിപൻ സൂചിപ്പിക്കുന്നത് ജന്മസൗന്ദര്യം. ലഗ്നാധിപൻ ശുക്രനോ ചന്ദ്രനോ ആയാൽ നിങ്ങൾക്ക് സ്വാഭാവിക സൗന്ദര്യമുണ്ടാകും. ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ പരിശ്രമമില്ലാതെ ഭംഗിയുണ്ടാകും. പാപഗ്രഹബാധയുണ്ടെങ്കിൽ സൗന്ദര്യം നിലനിർത്താൻ പരിശ്രമം വേണം. ജന്മസൗന്ദര്യമാണോ പരിശ്രമ സൗന്ദര്യമാണോ, ഇത് ലഗ്നത്തിൽ നിന്നാണ് അറിയുന്നത്. സൗന്ദര്യത്തിന് പ്രസിദ്ധമായ നക്ഷത്രങ്ങൾ. ജ്യോതിഷത്തിൽ ചില നക്ഷത്രങ്ങൾ സൗന്ദര്യത്തിന് പ്രത്യേകമായി പ്രസിദ്ധമാണ്. ഭരണി, ശക്തമായ ആകർഷണമുണ്ടാകും. രോഹിണി, ഈ നക്ഷത്രക്കാർക്ക് സൗമ്യവും സമൃദ്ധവുമായ സൗന്ദര്യമുണ്ടാകും. മകം നക്ഷത്രക്കാർക്ക് സൂര്യദേവൻ്റെ അനുഗ്രഹം മൂലം രാജസീക ഭംഗിയുണ്ടാകും.
ചിത്തിര നക്ഷത്രക്കാർക്ക് ശരീരഘടനയും അലങ്കാരബോധവും ഉണ്ടാകും. വിശാഖം നക്ഷത്രക്കാർക്ക് വ്യക്തിത്വത്തിൽ ആകർഷണം തോന്നും. രേവതി നക്ഷത്രക്കാർക്ക് ദൈവികവും ശാന്തവുമായ ഒരു സൗന്ദര്യമുണ്ടാകും. ഈ നക്ഷത്രക്കാർക്കൊക്കെയും അലങ്കാരമില്ലാതെയും ഒരു പ്രത്യേക തിളക്കം ഉണ്ടാകും. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ജ്യോതിഷപരമായ പരിഹാരങ്ങൾ: ശുക്രനെ ശക്തിപ്പെടുത്തൽ, വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുക, സുഗന്ധപുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, ഓം ശുക്രായ നമ 108 തവണ ജപിക്കുക. ചന്ദ്രനെ ശക്തിപ്പെടുത്താൻ തിങ്കളാഴ്ചകളിൽ ശിവപൂജ ചെയ്യുക, പാൽ അല്ലെങ്കിൽ വെള്ളം ദാനം ചെയ്യുക, ഓം ചന്ദ്രായ നമ ജപിക്കുക. മനസ്സ് ശാന്തമായാൽ മുഖം സ്വയം സുന്ദരമാകും. സുഹൃത്തുക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ജ്യോതിഷം ഒരിക്കലും സൗന്ദര്യം സൃഷ്ടിക്കുന്നില്ല, നമ്മിലുള്ള സൗന്ദര്യം ഉണർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തമായി നിങ്ങളെ തന്നെ സ്നേഹിക്കുക, മനഃശാന്തിയോടെ ജീവിക്കുക, ആത്മവിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഇതാണ് ഏറ്റവും വലിയ സൗന്ദര്യയോഗം. നിങ്ങളുടെ നക്ഷത്രം, ലഗ്നം എന്നിവ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സൗന്ദര്യയോഗത്തെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി.